എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെ വിതുരയ്ക്ക് അടുത്തായിട്ട് ചായം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനടുത്തായി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി നമുക്ക് ഈ വിതുരയിൽ പൊന്മുടി പോണ റൂട്ടുണ്ട്. അവിടെ ഒരു ചന്തമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടായിട്ട് നമുക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് നമുക്കൊരു താവയ്ക്കൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മളെ യാത്ര. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളങ്ങനെ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതായത് ഇവിടുന്ന് ഇനി ചെന്ന് കയറുന്നത് ചായം ജംഗ്ഷനാണ്. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വിതുര എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അപ്പോൾ വിതുര ഒരു ചെറിയ അത്യാവശ്യം കടയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഒരു കുറച്ച് അടുത്ത ജംഗ്ഷനിലാണ് ഈ നമ്മുടെ ഈ ചന്തമുക്ക് ജംഗ്ഷൻ. അവിടുന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കയറി പോകാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടാ, നല്ല റോഡാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമ്മളെ ഈ താവയ്ക്കൽ വാട്ടർഫാൾസിലേക്ക് പോകുന്ന റോഡ് അത്ര ഇതല്ല. ഒരു വല്ലാത്ത ഒരു ഗട്ടർ റോഡെന്ന് വെച്ചാൽ അത്ര നല്ല പോരാ. ഈ ഒരു വണ്ടി ഇങ്ങനെ പോണ കാരണം നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം റോഡ് അത്ര വലിയ വീതിയില്ലല്ലോ. സൈഡ് നിന്ന് കയറി പോകാമായിരുന്നു. സൈഡ് കിട്ടിയ അങ്ങനെ വിതുര ജംഗ്ഷനിൽ എത്താറായി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ വിതുര ജംഗ്ഷനായി. വിതുര ബോർഡൊക്കെ വെച്ചിരിക്കുകയാണല്ലോ. വിതുര ജംഗ്ഷൻ എത്തി. നമ്മളങ്ങനെ വിതുര ജംഗ്ഷനിൽ എത്തിയിരിക്കുക. ഇവിടുന്ന് ഇടത്തോട്ടാണ് നമ്മൾ പൊന്മുടി പോണ റൂട്ട്, വലത്തോട്ട് നെടുമങ്ങാട് പോണ റൂട്ടാണ്. നമ്മൾ ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്റർ വേണ്ട ഈ ചന്തമുക്ക് ജംഗ്ഷൻ. ശകലം കൂടെ പോയാൽ മതി. അതായത് അടുത്ത ജംഗ്ഷൻ. ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഗട്ടർ ആണ് കേട്ടോ. പൊന്മുടി പോണ റോഡാണ്. പക്ഷെ എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമല്ലോ, മൊത്തം ഗട്ടറായി കിടക്കുകയാണ്. അങ്ങനെ ചന്തമുക്ക് ജംഗ്ഷൻ എത്താറായി കേട്ടാ. ഈ കാണുന്ന അടുത്ത ജംഗ്ഷനാണ് ഈ ചന്തമുക്ക് ജംഗ്ഷൻ. ഇനി ഇവിടുന്ന് ഇടത്തോട്ട് ഒരു ആല് കാണുന്നു. അപ്പം അവിടുന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഈ വലത് സൈഡിൽ മൊത്തം റബ്ബറിന്റെ ഇതാണ്, റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഇവിടെ എന്തോ റബ്ബറിന്റെ ഒരു ഫാക്ടറി അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇവിടെ ചുറ്റിനും റബ്ബറാണ്. അല്ലല്ലേ, ഇവിടെ മൊത്തം നല്ല ഗട്ടറാണ്. റോഡ് എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കൊന്നും ഇവിടെ ടാർ ചെയ്തിട്ടില്ലെന്നോ, മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ശകലം കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ താവയ്ക്കൽ വാട്ടർഫാൾസിന്റെ എത്തിച്ചേരും. നമ്മൾ താവയ്ക്കൽ വാട്ടർഫാൾസിലേക്ക് എത്തിച്ചേരും. താവയ്ക്കൽ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അതായത് നമ്മളെ കല്ലാറ് അതാണ് നദി. ആ നദിയിൽ നിന്നുള്ള ഇതാണ് വന്നിങ്ങനെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമായിട്ട് അവിടെ പതിക്കുന്നത്. കുറച്ച് പാറയൊക്കെ ഉണ്ട്. അപ്പം അവിടെ കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഞാൻ നാളെ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു. വിതുരയിലൊക്കെ ഉള്ള പല ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളതായിട്ട് അറിയാം. പക്ഷേ പുറമെ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളതായിട്ട് എനിക്കൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ അടച്ചിരിക്കുന്നു. അയ്യോ, ഇവിടെ എന്താ കെട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ഇറക്കി വിടൂല്ല, അറിയാൻ വയ്യ കേട്ടാ. അപ്പം നമ്മളങ്ങനെ താവയ്ക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പം അവിടെ എന്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയൊക്കെ കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടെ ഞാൻ ഇന്നാൾ ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ പമ്പ് ഹൗസ്, അതിനു വേണ്ടി കണ്ട എന്തൊക്കെയോ പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് വേണ്ടി ചെയ്തിട്ടിരിക്കുന്നതാണ്. കണ്ടില്ലേ. അപ്പം ഇതെന്ന് വെച്ചാൽ ആ കാണുന്നതാണ് നമ്മുടെ ഈ കല്ലാറ്. അപ്പം ഈ കാണുന്നതാണ് ഈ താവയ്ക്കൽ വെള്ളച്ചാട്ടം. ഞാൻ ഇന്നാൾ വന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടാ. ഈ കല്ലാർ ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയിരിക്കുന്നു. എന്തല്ലേ,
ചുറ്റിന് നല്ല ഭംഗിയുള്ള പ്രദേശമാണ് കേട്ടോ. അപ്പം നമ്മളെ വണ്ടി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം അവിടുന്ന് കുറച്ച് ശകലം ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. കുറച്ച് ഇറങ്ങി കണ്ടു ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ ഈ താവയ്ക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക്. അന്ന് സമയത്ത് കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. കാരണം അവര് ഡ്രസ്സൊക്കെ ഒന്നും ഇടാതെയൊക്കെ നിന്ന് അത് നിക്കറിട്ടുകൊണ്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ വീഡിയോ അതുകൊണ്ടൊന്നും എടുത്തില്ല. അപ്പം നമ്മളങ്ങനെ താവയ്ക്കൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് വന്നപ്പോൾ നല്ല അടി ഒതുക്കായിരുന്നു. ഇപ്പം അത്ര പോരാ. പക്ഷെ വെള്ളം കുറവാണ്, കാരണം നല്ല മഴയൊന്നും ഇല്ലല്ലോ. എനിക്ക് ബാക്ക് ലൈറ്റ് കണ്ടില്ലേ, അടിപൊളിയാണ്. ഇവിടെ കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. കാരണം നമുക്കിങ്ങനെ ഈ രണ്ട് വശത്തായിട്ട് കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് കുളിക്കാനൊക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ. വെള്ളച്ചാട്ടത്തിന് കുറച്ച് അപ്പുറത്തായിട്ട് നമുക്കൊരു അമ്പലം പോലെ കാണാം. അമ്പലമല്ല, ഒരു ചെറിയ കാവ് പോലെ, ഒരു വിളക്ക് എത്തിക്കുന്ന ഇത് തറ പോലെ നമുക്ക് അവിടെ കാണാം, കണ്ടില്ലേ. വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ, അടിപൊളിയാണ്. താഴോട്ടൊക്കെ നോക്കി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ അടിപൊളിയാണ്. അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കണ്ടില്ലേ. ഈ മഴയുള്ള സമയത്തെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ എന്നാലും വന്നപ്പോൾ നല്ല ഇതായിരുന്നു, നല്ല അടിയൊഴുക്കൊക്കെ ഇരുന്ന് ഒരുപാട് ആൾക്കാരെ കുളിക്കാനൊക്കെ ഇവിടെ ദിവസം വരും. പക്ഷേ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുളിക്കാനൊക്കെ വന്ന് പയ്യന്മാരൊക്കെ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ വീണിങ്ങനെ മരിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു സേഫ് അല്ല, അങ്ങോട്ടൊന്നും സേഫ് അല്ല. അതുകൊണ്ട് ആരും ഇങ്ങനെ കുളിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങരുത്, സേഫ് അല്ലാത്ത സ്ഥലത്ത് ഇറങ്ങരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ പറയാനായിട്ടുള്ളത്. വെള്ളച്ചാട്ടത്തിന് മുകളിലോട്ടായിട്ട് അങ്ങോട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ കണ്ടല്ലോ, ഇത് കല്ലാറാണ്. ഞാൻ അടിച്ചു നോക്കിയപ്പം വാമനപുരം റിവർ എന്നാണ് ഈ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു വാമനപുരം റിവറിന്റെ ഒരു ഭാഗം ഒരുക്കി കല്ലാറെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങോട്ട് മുമ്പോട്ട് നോക്കുമ്പോൾ കണ്ടില്ല, അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ഈ ചുറ്റിന് നമുക്ക് റബ്ബർ മരങ്ങളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ മൊത്തം ഫുള്ള്. ഇവിടേക്ക് നിൽക്കുമ്പോൾ അടിപൊളി കാഴ്ചയാണ്, കണ്ടില്ലേ. പക്ഷേ ഈ കാണുന്ന കാഴ്ചയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അകത്തൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. കാരണം അത്രയ്ക്ക് ചുഴിയായിരിക്കും, നല്ല ചുഴിയായിരിക്കും. നമുക്ക് കുളിക്കാൻ നല്ല സൗകര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് നല്ല സേഫായിട്ട് നിന്ന് കുളിക്കാം. ഞാൻ അന്ന് വന്നപ്പോഴും ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വലിയ താഴ്ചയില്ലാത്ത സ്ഥലമാണ്, ഇവിടെ നമുക്ക് കുളിക്കാം. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ വിതുരയിലെ ഈ താവയ്ക്കൽ വാട്ടർഫാൾസ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 33 കിലോമീറ്ററാണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുമ്പോൾ കണ്ടതാണ്, 33 കിലോമീറ്ററാണ്. വിതുര ജംഗ്ഷനിൽ നിന്ന് പൊന്മുടി പോണ റൂട്ടാണ്. അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ചന്തമുക്ക് ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്ന് ശകലം കുറച്ച് ഇടത്തോട്ട് ചെറിയ ഒരു പൊട്ടിപ്പുളഞ്ഞ് കിടക്കുന്ന ഒരു റോഡുണ്ട്. അപ്പോൾ അതുവഴി കുറച്ചിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ വേണ്ട, 1/2 കിലോമീറ്റർ അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം തിരുവനന്തപുരം ജില്ലയിൽ അധികം ആർക്കും അറിഞ്ഞു വന്നു. വിതുരയൊക്കെ ഉള്ളവർക്ക് അറിയാം. പിന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു താവയ്ക്കൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. പക്ഷേ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണ്. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, കുറച്ച് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്കപ്പം കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. പക്ഷേ നിങ്ങൾ വരുമ്പം അത്യാവശ്യം ശ്രദ്ധിക്കണം. ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നൊരു അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.